നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിലെ തളർച്ചയ്ക്ക് ശേഷം ഏപ്രിൽ 10-ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ശക്തമായ തിരിച്ചുവരവാണ് കണ്ടത്. ആഗോള വിപണിയിലെ അനുകൂല സാഹചര്യങ്ങളും ഭൗമരാഷ്ട്രീയ ആശങ്കകൾ കുറഞ്ഞതും വിപണിക്ക് കരുത്തായപ്പോൾ IT ഒഴികെയുള്ള മറ്റെല്ലാ മേഖലകളിലും ദൃശ്യമായ ഉണർവ് നിഫ്റ്റിയെ ഇൻട്രാഡേയിൽ 24,074 വരെ എത്തിച്ചു. വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ സെൻസെക്സ് 918 പോയിന്റ് ഉയർന്ന 77,550 എന്ന നിലവാരത്തിലും നിഫ്റ്റി 275 പോയിന്റിന്റെ നേട്ടത്തിൽ 24,050 എന്ന നിലവാരത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഇതോടെ കഴിഞ്ഞ 6 ആഴ്ചത്തെ തുടർച്ചയായ ഇടിവിന് വിരാമമിട്ട ഇന്ത്യൻ ഓഹരി വിപണി ഈ ആഴ്ച അതിശക്തമായി തിരിച്ചുവരവ് നടത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഉയർന്ന പ്രതിവാര നേട്ടമാണ് വിപണി രേഖപ്പെടുത്തിയത്. ആഴ്ചയുടെ അവസാനം നിഫ്റ്റി 5.7% നേട്ടത്തോടെ 24,000 കടന്നപ്പോൾ സെൻസെക്സ് 1.2% ഉയർന്ന് 77,550 ക്ലോസ് ചെയ്തു. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ മികച്ച പാദഫലങ്ങളും ICICI ബാങ്ക് പോലുള്ള സാമ്പത്തിക ഓഹരികളിലെ വൻ മുന്നേറ്റവും ഈ കുതിപ്പിന് പ്രധാന പങ്കുവഹിച്ചു. വരുന്ന ആഴ്ച വിപണിക്ക് ഈ നേട്ടം നിലനിർത്താൻ സാധിക്കുമോ എന്നതാകും ഇനി എല്ലാവരും നോക്കുക. US വിപണിക്ക് നിർണായകമായ ചില ഡാറ്റകൾ പുറത്തു വരുമെന്നത് അടുത്ത ആഴ്ച ശ്രദ്ധേയമാണ്. തിങ്കളാഴ്ച മാർച്ചിലെ നിലവിലുള്ള വീടുകളുടെ വിൽപ്പന അഥവാ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് കണക്കുകൾ പുറത്തുവിടും. ഇത് ഏകദേശം 4.09 മില്യൺ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച മാർച്ചിലെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകും. വാരത്തിന്റെ പകുതിയോടെ ഏപ്രിൽ 16 വ്യാഴാഴ്ച അമേരിക്കയിലെ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിച്ചവരുടെ എണ്ണം അഥവാ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, ഫിലാഡൽഫിയ ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് എന്നിവ പുറത്തുവരുന്നുണ്ട്. ആഗോള വിപണികളിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഈ ഡാറ്റകൾ സഹായിക്കും. അതേസമയം ആഭ്യന്തര മാക്രോ തലത്തിൽ കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന എക്കണോമിക് ഡാറ്റകൾ ആശ്വാസമുള്ളവയായിരുന്നു. 2026 ഏപ്രിലിലെ സാമ്പത്തിക കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസസ് PMI 57-ആയും സർവീസസ് PMI 57.5-ആയും വർദ്ധിച്ചത് സാമ്പത്തിക മേഖലയിലെ ഉണർവ് വ്യക്തമാക്കുന്നുണ്ട്. ഏപ്രിൽ 8-ന് പ്രഖ്യാപിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയത്തിൽ പലിശ നിരക്കുകൾ 5.25%-ലും റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35%-ലും മാറ്റമില്ലാതെ നിലനിർത്തിയിരുന്നു. ഏപ്രിൽ 10-ലെ കണക്കുകൾ പ്രകാരം തോംസൺ റോയിറ്റേഴ്സ് PCSI 66.17 ഉയരുകയും വിദേശ നാണ്യശേഖരം $697.12 ബില്യൺ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ രാജ്യത്തെ പണലഭ്യത സൂചിപ്പിക്കുന്ന M3 മണി സപ്ലൈ 13% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 13 മുതൽ 17 വരെയുള്ള വാരത്തിൽ നിർണായകമായ പല റിപ്പോർട്ടുകളും പുറത്തുവരാനുണ്ട്. ഏപ്രിൽ 13-ന് മാർച്ചിലെ ഉപഭോക്തൃ വില സൂചിക അഥവാ CPI അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ കണക്കുകൾ പുറത്തുവിടും. ഇത് 3.48% ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏപ്രിൽ 14 ചൊവ്വാഴ്ച അംബേദ്കർ ജയന്തി പ്രമാണിച്ച് ഇന്ത്യൻ ഓഹരി വിപണിക്ക് അവധിയായിരിക്കും. എങ്കിലും അന്നേ ദിവസം തന്നെ മാർച്ചിലെ മൊത്ത വ്യാപാര സൂചിക അഥവാ WPI പണപ്പെരുപ്പ കണക്കുകളും പുറത്തുവരും. ഏപ്രിൽ 15-ന് ഇന്ത്യയുടെ മാർച്ചിലെ കയറ്റുമതി ഇറക്കുമതി വിവരങ്ങൾ ലഭ്യമാകും. വാരത്തിന്റെ അവസാനത്തോടെ അതായത് ഏപ്രിൽ 17-ന് ബാങ്ക് വായ്പ വളർച്ചാ നിരക്കും വിദേശ നാണ്യശേഖരം സംബന്ധിച്ച പുതിയ കണക്കുകളും പുറത്തുവിടുന്നതോടെ ഈ വാരത്തിലെ പ്രധാന സാമ്പത്തിക സംഭവങ്ങളെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കും. കോർപ്പറേറ്റ് തലത്തിൽ വിവിധ പ്രമുഖ കമ്പനികൾ തങ്ങളുടെ 4-ാം പാദ സാമ്പത്തിക ഫലങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഏപ്രിൽ 13-ന് ICICI Prudential AMC, ജസ്റ്റ് ഡയൽ എന്നിവയോട് ആരംഭിക്കുന്ന ഈ തിരക്ക് ഏപ്രിൽ 14-ന് ICICI Prudential ലൈഫ് ഇൻഷുറൻസ്, ഏപ്രിൽ 15-ന് ICICI ലൊംബാർഡ്, ഏപ്രിൽ 16-ന് വിപ്രോ, HDFC ലൈഫ് തുടങ്ങിയ വൻകിട കമ്പനികളുടെ ബലപ്രഖ്യാപനങ്ങളോടെ കടന്നുപോകുന്നു. ആഴ്ചയുടെ അവസാനത്തോടെ ഏപ്രിൽ 18-ന് ബാങ്കിംഗ് മേഖലയിലെ കരുത്തരായ HDFC ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക് എന്നിവയുടെ റിസൾട്ടുകൾ കൂടി പുറത്തുവരുന്നതോടെ വിപണിയിൽ വലിയ ചലനങ്ങൾ പ്രതീക്ഷിക്കാം. അലോക് ഇൻഡസ്ട്രീസ്, മാസ്ടെക്, ഏഞ്ചൽ വൺ തുടങ്ങിയ വിവിധ മേഖലകളിലെ കമ്പനികളും ഈ വാരത്തിൽ തങ്ങളുടെ പ്രകടനം വിലയിരുത്തുന്നുണ്ട്. വരുന്ന ആഴ്ചയുടെ വിപണിയിലെ ഔട്ട്ലുക്ക് കൂടെ പരിശോധിക്കാം. നിഫ്റ്റി 50 നിലവിൽ 24,000, 24,050 മേഖലയിൽ സ്ഥിരത കൈവരിക്കുന്നത് വിപണി വീണ്ടെടുപ്പിലേക്കും കൺസോളിഡേഷനിലേക്കും നീങ്ങുന്നതിന്റെ സൂചനയാണെന്ന് എൻറിച്ച് മണിയുടെ CEO പൊന്മുടിയാർ അഭിപ്രായപ്പെട്ടു. എങ്കിലും 24,100, 24,350 പരിധിയിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനു മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ മാത്രമേ വിപണിക്ക് 24,500, 24,800 നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയൂ. താഴെ 23,700, 23,600 മേഖലയിൽ ആദ്യ സപ്പോർട്ടും 23,400, 23,300 പരിധിയിൽ കൂടുതൽ ശക്തമായ സപ്പോർട്ടും കാണപ്പെടുന്നുണ്ട്.
സെൻട്രം ബ്രോക്കിംഗിലെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് റിസർച്ച് ഹെഡ് നിലേഷ് ജെയിന്റെ നിരീക്ഷണം അനുസരിച്ച് വിപണിയുടെ പൊതുവായ ഘടന പോസിറ്റീവായി തുടരുകയാണ്. നിലവിലെ ഷോർട്ട് കവറിംഗ് റാലി വരും ദിവസങ്ങളിൽ സൂചികയെ 24,300, 24,500 നിലവാരത്തിലേക്ക് എത്തിച്ചേക്കാം. വിപണിയുടെ അടിസ്ഥാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും 23,800 പോയിന്റ് ഇപ്പോൾ ശക്തമായ സപ്പോർട്ടായി മാറിയെന്നും മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ വിപണിയുടെ കരുത്ത് സൂചിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വീക്കിലി ഓപ്ഷൻ ഡാറ്റ പ്രകാരം നിഫ്റ്റിയുടെ അടുത്ത പ്രധാന റെസിസ്റ്റൻസ് 24,500 നിലവാരത്തിലാണ്. അതേസമയം 24,000, 23,800 പരിധിയിൽ ശക്തമായ സപ്പോർട്ട് കാണപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 24,500 എന്ന സ്ട്രൈക്കിലും പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000 സ്ട്രൈക്കിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24,000, 23,900 സ്ട്രൈക്കുകളിൽ വൻതോതിൽ പുട്ട് റൈറ്റിംഗും 24,500, 24,700 സ്ട്രൈക്കുകളിൽ കോൾ റൈറ്റിംഗും നടന്നിട്ടുണ്ട്. ഇന്ത്യ വിക്സ് വെള്ളിയാഴ്ച 7.72% ആഴ്ച അടിസ്ഥാനത്തിൽ 26.14% ഇടിഞ്ഞ് 18.85 നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. വിപണിയിലെ ഈ അസ്ഥിരത ഇനിയും കുറയുന്നത് ബുൾസിന് കൂടുതൽ അനുകൂലമായ സാഹചര്യമൊരുക്കും. ബാങ്ക് നിഫ്റ്റി 50യേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇറാൻ യുദ്ധം മൂലമുണ്ടായ കടുത്ത ഇടിവിനെ തുടർന്നുള്ള 50% ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവലായ 55,865 മറികടന്ന ബാങ്ക് നിഫ്റ്റി 1091 പോയിന്റിന്റെ നേട്ടത്തോടെ 55,913 ക്ലോസ് ചെയ്തു. ഡെയിലി ടൈം ഫ്രെയിമിൽ രൂപപ്പെട്ട ലോങ് ഗ്രീൻ കാൻഡിൽ വിപണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പ്രതിവാര കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി 8.47% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 2021 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രതിവാര പ്രകടനമാണിത്. കഴിഞ്ഞ 3 ആഴ്ചകളിലെ നഷ്ടം പൂർണ്ണമായും നികത്തിക്കൊണ്ട് ബാങ്കിംഗ് മേഖല അതിന്റെ കരുത്ത് വീണ്ടെടുത്തിരിക്കുകയാണ്. RSI 53.91 ഉയർന്നതും MACD പോസിറ്റീവ് ക്രോസ് ഓവറിലൂടെ സീറോ ലൈനിലേക്ക് നീങ്ങുന്നതും വിപണിയിലെ മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്നു. SBI സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ ആൻഡ് ഡെറിവേറ്റീവ് റിസർച്ച് ഹെഡ് സുദീപ് ഷായുടെ അഭിപ്രായത്തിൽ ബാങ്കിംഗ് സൂചികയ്ക്ക് 56,400, 56,500 മേഖലയിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനു മുകളിൽ സ്ഥിരത കൈവരിക്കാനായാൽ ഹ്രസ്വകാലയളവിൽ 57,000 മുതൽ 57,500 വരെ ഉയർന്നേക്കാം. താഴെ വശത്ത് 55,400, 55,300 മേഖല വിപണിക്ക് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ബാങ്ക് നിഫ്റ്റി 55,900, 56,000 മേഖലയിൽ കരുത്ത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും 56,000 എന്ന സൈക്കോളജിക്കൽ കടമ്പ മറികടന്നാൽ മാത്രമേ 56,500, 57,000 ലക്ഷ്യമാക്കി കുതിക്കാൻ സാധിക്കൂ എന്നും പൊന്മുടിയാറും വ്യക്തമാക്കുന്നുണ്ട്. 52,200, 54,800 മേഖലയാണ് ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട്. നിലവിൽ രണ്ട് സൂചികകളും ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണെങ്കിലും ഇതൊരു ട്രെൻഡ് മാറ്റമാണെന്ന് ഉറപ്പിക്കാൻ ആവശ്യമായ ശക്തമായ മൊമെന്റം വിപണിയിൽ ഇനിയും പ്രകടമാകേണ്ടതുണ്ട്. നിലവിൽ 77,300, 77,600 എന്ന പരിധിക്കുള്ളിൽ ഏകീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സെൻസെക്സ് സമീപകാലത്തെ വീണ്ടെടുപ്പിന് ശേഷം ഒരു സ്ഥിരത കൈവരിക്കുന്നതായാണ് സൂചിപ്പിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ 78,000, 78,400 മേഖലയിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുണ്ട്. മുൻപ് വിപണിക്ക് താങ്ങായിരുന്ന 78,000 നിലവാരം ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് സോണായി മാറിയിരിക്കുന്നു. ഇതൊരു സപ്ലൈ സോണായി പ്രവർത്തിച്ചേക്കാം. വിപണിയിലെ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനും പുതിയ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് കുതിക്കാനും ഈ പ്രതിരോധ നിലവാരത്തിന് മുകളിൽ സ്ഥിരതയാർന്നൊരു മുന്നേറ്റം അത്യാവശ്യമാണ്. അതേസമയം താഴെ വശത്തെ 76,700, 76,500 മേഖല വിപണിക്ക് ശക്തമായ ഒരു താങ്ങായി പ്രവർത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. വിപണിയുടെ ഘടന ക്രമേണ മെച്ചപ്പെടുന്നുണ്ടെങ്കിലും ഉയർന്ന നിലവാരങ്ങളിൽ തുടർച്ചയായ വാങ്ങലുകൾ നടന്നാൽ മാത്രമേ ഇതൊരു സുരക്ഷിതമായ കുതിപ്പായി കണക്കാക്കാൻ സാധിക്കൂ എന്നും പൊന്മുടിയാർ അഭിപ്രായപ്പെടുന്നു. Yeah.